അർജുനെ തള്ളിമാറ്റി ഗായത്രി വിട്ടു നിന്നു. അവളുടെ ദേഷ്യം കണ്ടു അർജുൻ ഒന്ന് പകച്ചു. നിങ്ങളോട് ആരാ എന്നെ ഉമ്മവെക്കാൻ പറഞ്ഞത്? പിന്നെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണമല്ലോ. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ ഈ ഗായത്രി ആരാണെന്നറിയും. ഡി പോയി കുളിക്ക പെണ്ണെ. ബോധമില്ലാതെ എൻ്റെ മുന്നിൽ വന്ന് ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചു. അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇരുന്ന് മോങ്ങേണ്ടി വരും. അർജുൻ അവളെ ബാത്റൂമിൽ കയറ്റി വാതിലടച്ചു. അർജുൻ ഡ്രസ് മാറി അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചു. അപ്പോഴാണ് ഗായത്രിക്ക് മോര് കൊടുത്തു നോക്കാമെന്ന് കരുതി അവൻ മോര് കലക്കിയെടുത്തു അതുമായി റൂമിൽ വന്നു. ഗായത്രി അപ്പോഴും ബാത്റൂമിൽ തന്നെ ആയിരുന്നു. അർജുൻ വാതിൽ പോയി മുട്ടി. കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. വാതിൽ പതുക്കെ തുറന്നു. അവൻ നോക്കുമ്പോൾ ഉണ്ട് ഗായത്രി നിലത്തിരുന്നു ബക്കറ്റിൽ വെള്ളം നിറച്ച് തട്ടിക്കളിക്കുന്നു. അർജുനെ കണ്ടതും ഗായത്രി അവൻ്റെ പുറത്തേക്ക് വെള്ളം തെറിപ്പിച്ചു. വാ അർജുനേട്ടാ, എന്തൊരു മഴ നോക്ക്, നല്ല രസമുണ്ടല്ലേ. നീ എഴുന്നേറ്റേ, വേഗം കുളിക്ക്. എന്നെ അജുവേട്ടൻ കുളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കുളിക്കില്ല. അവൾ കുട്ടികളെ പോലെ പറഞ്ഞപ്പോൾ അർജുൻ അവളോട് വാത്സല്യം തോന്നി. അവളെ എഴുന്നേൽപ്പിച്ചു. ഷവറിന് കീഴിൽ നിർത്തി. അവൾ അവനെയും വലിച്ചടുത്തേക്ക് നിർത്തി. അർജുൻ്റെ മുന്നിൽ ഗായത്രി ചിരിച്ചുകൊണ്ട് വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. അവളുടെ ചിരിയിൽ അവനും അറിഞ്ഞു പോയിരുന്നു. ഇനി വാ. ഷവർ ഓഫ് ചെയ്തു. അർജുൻ അവളെ വലിച്ചു കൊണ്ടുവന്നു. അതിന് കുളിപ്പിച്ചില്ലല്ലോ. ഇപ്പോൾ കുളിപ്പിച്ചില്ലേ? സോപ്പൊക്കെ തേച്ചല്ലേ കുളിക്കുക? പൊട്ടനൊന്നും അറിയില്ല. ആ ഈ പൊട്ടൻ ഇപ്പോൾ സോപ്പൊക്കെ തേച്ച് കുളിച്ച മോള് 10 മാസം കഴിഞ്ഞ് ഫ്രീ ആവും. അതെന്താ? അതൊക്കെയുണ്ട്. അർജുൻ അവളെ മുറിയിൽ കൊണ്ടുപോയി തല തുവർത്തി കൊടുത്തു. പിന്നെ ഷെൽഫിൽ നിന്നും ഒരു ഷർട്ടും അവൻ്റെ 3/4 എടുത്തു കൊടുത്തു. ഇതിട്ടോ? ഇട്ടുതാ പെണ്ണെ, ഞാൻ പുറത്ത് നിൽക്കാം. വേഗം ഡ്രസ് മാറും. അർജുൻ വാതിൽ ചാരി പുറത്തു നിന്നു. കഴിഞ്ഞോ? എനിക്ക് തയ്ക്കാൻ പറ്റുന്നില്ല. അജേട്ടൻ അയച്ചു. ദൈവമേ, ഈ പെണ്ണെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചടങ്ങും. അർജുൻ അകത്ത് കയറുമ്പോൾ സാരിയിലെ പിന്നെ അയക്കാതെ ഗായത്രി നിൽക്കുകയായിരുന്നു. അർജുൻ അവളുടെ അടുത്ത് ചെന്നു പിന്നെ അയച്ചു കൊടുത്തു. പിന്നെ വേഗം തിരിഞ്ഞു നിന്നു. അജേട്ടൻ എന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? ഗായത്രി, നീ ഡ്രസ്സ് വേഗം മാറ്. അർജുൻ അവളുടെ ഡ്രസ്സ് മാറുന്നതുവരെ തിരിഞ്ഞു തന്നെ നിന്നു. അവൾ കഴിഞ്ഞു എന്ന് പറഞ്ഞതും അർജുൻ തിരിഞ്ഞു നോക്കി. ഷർട്ട് മാത്രമായിരുന്നു അവൾ ഇട്ടത്. അർജുൻ അത് കണ്ട് വേഗം 3/4 എടുത്ത് അവൾക്ക് കൊടുത്തു. ഇത് കൂടെ ഇടടി. ഇത് വേണ്ട, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. അത് മുട്ട വരെ ഉള്ളതായിരുന്നു. അവൾ പറയുന്നതെല്ലാം കേട്ട് അർജുന് ചിരി വന്നു. പിന്നെ അവളെ ബെഡിലിരുത്തി അവൻ മോര് കൊണ്ടുവന്നു അവൾക്ക് കൊടുത്തു. അതുകണ്ട് ഗായത്രി പൊട്ടിച്ചിരിച്ചു. അയ്യേ, അജുവേട്ടനല്ല പാൽ കൊണ്ടുവരിക, ഞാനല്ലേ. ഇത് പാൽ അല്ല, മോരാണ്. നീ കുടിക്ക്. അത് കേട്ടതും ഗായത്രി ചാടി എഴുന്നേറ്റു. പറ്റില്ല, എനിക്ക് പാൽ മതി. എല്ലാവരും പാലല്ലേ കുടിക്കുക, പിന്നെ നമ്മൾ മാത്രം എന്താ മോര്? അതിനിത് അതിരാത്രിയല്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ഇത് കുടിച്ച്. ഇല്ല, പാൽ തന്നെ വേണം. ഞാൻ തന്നെ അജയേട്ടന് തരികയും വേണം. ബോധമില്ലെങ്കിലും ഇതൊക്കെ അറിയല്ലേ പിശാച്. എന്നിട്ടാണോടി നല്ലൊരു അതിരാത്രി കൈവിട്ടു പോയത്? ദാ, ഇത് പാൽ തന്നെയാണ്, ഇനി കുടിക്ക്. ഇല്ല. അർജുൻ അവളുടെ വാശിക്ക് മുന്നിൽ തോറ്റു. ഗായത്രി അർജുനോട് ബെഡിൽ ഇരിക്കാൻ പറഞ്ഞു. ഗായത്രി ഗ്ലാസ് വാങ്ങി വാതിലിൻ്റെ അടുത്ത് പോയി നിന്നു. ഇതെല്ലാം കണ്ട് അർജുന് ചിരി വരുന്നുണ്ടായിരുന്നു. നേരെ ചൊവ്വെ ഒന്നും മിണ്ടുക പോലും ചെയ്യാത്ത ആളാണിപ്പോൾ ഇങ്ങനെയൊക്കെ. അവളോട് ബോധം വന്ന് ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ വരാട്ടോ, അജേട്ടൻ എന്നെ കാത്തിരിക്ക്. ഓ ആയിക്കോട്ടെ, 2 വർഷം കാത്തിരുന്നില്ലേ, പിന്നെയാണ് ഇപ്പോൾ. ഗായത്രി നാണമൊക്കെ അഭിനയിച്ചുകൊണ്ട് അർജുൻ അടുത്ത് വന്നിരുന്നു. അവളുടെ മുഖഭാവം എല്ലാം കണ്ടു അർജുൻ അമ്പരന്നു. കയ്യിലെ ഗ്ലാസ് അർജുന് നേരെ നീട്ടി. ഗായത്രി തല താഴ്ത്തിയിരുന്നു. നിനക്ക് ഇത്രയും നാണമുണ്ടായിരുന്നോടി? അർജുൻ അത് കുടിക്കുന്നത് പോലെ കാണിച്ചു. ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി കുടിച്ചു. രുചി വ്യത്യാസം തോന്നിയപ്പോൾ അവൾ ചോദിച്ചു, ഇതെന്താ പുളിപ്പ്? അത് പിന്നെ കുറേ നേരമായില്ലേ, പാല് മോരായിട്ടുണ്ടാവും. അവൾ വേണ്ട എന്ന് പറയും മുമ്പ് തന്നെ അർജുൻ അവളെ അത് ബലമായി കുടിപ്പിച്ചു. എല്ലാം കഴിഞ്ഞു. അർജുൻ അവളെ കിടത്തി അവളുടെ അടുത്തേക്കിരുന്നു. അപ്പോഴാണ് അർജുൻ്റെ ഫോൺ അടിച്ചത്. ജോണായിരുന്നു. ഡാ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. എവിടെയാ പെട്ടി? അവൻ ഇവിടെയുണ്ട്, അടിച്ചു ഫിറ്റാണ്. ഗായത്രി ഇവിടെ? ഒരുവിധം ഞാൻ പിടിച്ചു കിടത്തിയിട്ടുണ്ട്. ഇനി എന്താവും എന്തോ. പിന്നെ മോനെ, അവൾക്ക് ബോധമില്ല, അത് ഓർമ്മ വേണം. അതിനെന്താ എന്നോട് പറയുന്നേ? അല്ല, ബോധമുള്ള നീ ബോധമില്ലാത്ത അവളെ എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് ബോധം വന്നാൽ പിന്നെ ബോധം പോവും, അതാണ്. ഇനി മിണ്ടിയാൽ നിന്റെ ബോധം ഞാൻ കളയും. അർജുൻ ഫോൺ കട്ടാക്കി മേശയിൽ വെച്ചു. അപ്പോഴാണ് അവനെ നോക്കിക്കിടക്കുന്ന ഗായത്രി അവൾ കണ്ടത്. ഉറങ്ങുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ വിളിച്ചതാരാ? അതവളല്ലേ? തവളയോ? അല്ല, നിങ്ങളുടെ മായ. എനിക്കെല്ലാം മനസ്സിലായി. ഓഹോ, എന്നാലേ അവൾ തന്നെയാ? നിനക്കെന്താ? ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം വേണ്ട. അജയേട്ടനെ ഞാൻ കൊല്ലും. ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ഉറങ്ങട്ടെ.
അർജുൻ ലൈറ്റ് ഓഫ് ചെയ്തു അവളുടെ അടുത്ത് കിടന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗായത്രി അവൻ്റെ മുകളിൽ കയറി കിടന്നു. അർജുൻ പതറി. എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും നോക്കിയാലുണ്ടല്ലോ. നോക്കിയാൽ എനിക്കിഷ്ടമല്ല. എൻ്റെ മാത്രമായാൽ മതി. നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ? ആരാ പറഞ്ഞത്? എൻ്റെ ജീവനല്ലേ അജുവേട്ടൻ. എൻ്റെ മനസ്സിൽ എത്രമാത്രം സ്നേഹം ഉണ്ടെന്നറിയോ? മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല, പ്രകടിപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും നോക്കും. അർജുൻ പറഞ്ഞു തീർന്നതും ഗായത്രി അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു. അവളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാത്തതിനാൽ അവൾ ഞെട്ടി. അവൾ തുടരെ ചുംബിച്ചു കൊണ്ടേയിരുന്നു. പോരെ, ഇപ്പോൾ എനിക്കിഷ്ടമാണെന്ന് മനസ്സിലായില്ലേ? ഗായത്രി മുഖം ഉയർത്തി നോക്കി ചോദിച്ചു. അർജുൻ അപ്പോഴേക്കും അവളെ ദേഹത്തു നിന്ന് മാറ്റി അവളുടെ മുകളിൽ കയറി കിടന്നു. ഗായത്രി കണ്ണുകൾ മീച്ചുകൊണ്ട് അവനെ നോക്കി. ഇനി എൻ്റെ ഇഷ്ടം കാണിക്കട്ടെ ഞാൻ. ഗായത്രി ചിരിച്ചുകൊണ്ട് തല കാട്ടി. അർജുൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ കവർന്നു. അവളുടെ കഴുത്തിലൂടെ എല്ലാം അവനൊരു തരം വികാരത്തോടെ കൊണ്ടുമൂടി. ഗായത്രി അവന് വിധേയായിരുന്നു. വികാരത്തിൻ്റെ വേലിയേറ്റം അവനിൽ തുടങ്ങിയതും അർജുൻ അവളിട്ടിരുന്ന ഷർട്ട് അയക്കാൻ തുടങ്ങി. 2 ബട്ടൺ അയച്ചുകൊണ്ട് അവളുടെ നെഞ്ചിൽ ചുംബിച്ചു. ഗായത്രി പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ പിടിച്ചു. അവൻ്റെ താടി രോമങ്ങൾ കൊണ്ട് അവൾ കിക്കിളിയായി. അവളെ വിവസ്ത്രയാക്കാൻ തുനിയുമ്പോഴാണ് അർജുന് പെട്ടെന്ന് ബോധം വന്നത്. അവളുടെ മുഖത്തേക്ക് നോക്കി അർജുൻ അവളിൽ നിന്നും വിട്ടുമാറി. ഗായത്രി കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുകയായിരുന്നു. അവളുടെ മുഖം കണ്ട് അർജുൻ തിരഞ്ഞു കിടന്നു. അർജുൻ വിട്ടുമാറിയതും ഗായത്രി അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. സോറി ഗായത്രി, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല നിന്റെ ഈ അവസ്ഥയിൽ. സോറി. അവൻ മനസ്സിൽ ഒരു വിട്ടുകൊണ്ടിരുന്നു. ഗായത്രി ഇതൊന്നും അറിയാതെ അവനെ കെട്ടിപ്പിടിച്ചു. സുഖനിദ്രയിലേക്ക് വഴുതി വീണു. അവൾ ഉറങ്ങിയതും അർജുൻ അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖത്ത് നോക്കി കിടക്കുമ്പോഴാണ് അവളുടെ നെഞ്ചഭാഗം അവൻ കണ്ടത്. അർജുൻ വേഗം തന്നെ അവളുടെ ബട്ടൺ ഇട്ടുകൊടുത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു. നിന്റെ അനുവാദത്തോടെ, പൂർണ്ണ സമ്മതത്തോടെ അല്ലാതെ ഞാൻ ഇത് ചെയ്യില്ല ഗായത്രി. അവളുടെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അർജുനും ഉറക്കത്തിലേക്ക് വീണു. തലക്ക് നല്ല കനം തോന്നിയാണ് ഗായത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. കണ്ണുകൾ വലിച്ചു തുറന്നു. തലക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ ചുറ്റും നോക്കി. ആകെ ഒരു മരവിപ്പ് പോലെ തോന്നി. തലേന്ന് നടന്നതൊന്നും ഓർമ്മ വരാത്തതുപോലെ അവൾ ചുറ്റും നോക്കി. അർജുൻ കിടക്കുന്നത് കണ്ട് അവൾ സമാധാനിച്ചു. എഴുന്നേറ്റിരുന്നപ്പോഴാണ് അവൾക്ക് ഇട്ട വേഷം നോക്കിയത്. അതെപ്പോ ഇട്ടെന്ന് ഓർത്ത് അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് കട്ടലിന് താഴെ നനഞ്ഞ അവളുടെ വസ്ത്രം അവൾ കണ്ടത്. അവൾ ഞെട്ടലോടെ അർജുനെ നോക്കി. അവൻ്റെ മുഖത്തുള്ള അവളുടെ കുങ്കുമവും ഒപ്പം അവൾ ധരിച്ച അവൻ്റെ ഷർട്ട് കൂടെ കണ്ടതോടെ അവൾ തളർന്നിരുന്നു. ഒന്നും ഓർമ്മ വരാതെ എന്താണ് നടന്നതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവളുടെ ഓർമ്മയിൽ അർജുൻ്റെ കൂടെ ബാത്റൂമിൽ നിൽക്കുന്നതും ബെഡിലിരിക്കുന്നതും തെളിഞ്ഞു വന്നു. ബാക്കിയൊന്നും തെളിഞ്ഞില്ല. ഒപ്പം അവളുടെ കണ്ണിൽ ടേബിളിലുള്ള ഗ്ലാസ് കൂടെ കണ്ടതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുനെ ദേഷ്യത്തിൽ നോക്കി കരഞ്ഞുകൊണ്ട് ഗായത്രി ബാത്റൂമിൽ കയറി. ഗായത്രി കുളിച്ചു കഴിഞ്ഞ് അടുക്കളയിൽ പോയി. അവളുടെ മനസ്സാകെ തളർന്നു പോയി. അർജുൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല. എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേ ഇരുന്നു. അർജുനോട് ദേഷ്യവും കൂടി. ബെല്ലടിക്കുന്നത് കേട്ട് ഗായത്രി അർജുൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് കരുതി ആണ് വാതിൽ തുറന്നത്. മുന്നിൽ നിൽക്കുന്ന മാളുവിനെയും വാസുകയെയും കണ്ട് അവൾ അമ്പരന്നു. മാളു ഗായത്രിയെ കെട്ടിപ്പിടിച്ചു. ഗായത്രിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഗായത്രി വാസുകയെ കെട്ടിപ്പിടിച്ചു. വാസുക അവളുടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് അകത്തു കയറി. അജു എഴുന്നേറ്റില്ലേ? ഇല്ല. അമ്മ. ഗായത്രിയുടെ മുഖത്തെ സങ്കടം മാളു കണ്ടിരുന്നു. അവളോട് എല്ലാം തുറന്നു പറഞ്ഞ് അവരുടെ സ്നേഹം കാണാൻ വേണ്ടിയായിരുന്നു മാളു വന്നത്. അച്ഛനെവിടെ അമ്മ? അച്ഛനൊരു മീറ്റിംഗ്, കുറച്ച് ദിവസം വീട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. മാളു ഗായത്രിയെ വലിച്ചുകൊണ്ട് അടുക്കളയിൽ പോയി. എന്താടി, ഏട്ടനുമായി എപ്പോഴും വഴക്ക് തന്നെയാണോ? ഒന്നുമില്ലടി, ഞാനിപ്പോൾ വരാം. നിന്റെ ഹീറോയെ ഒന്ന് കാണട്ടെ. മാളു ഗായത്രിയെ കവളിൽ തട്ടിപ്പറഞ്ഞു. അവൾ പോയതും വാസുകി ഗായത്രിയുടെ അടുത്ത് വന്നു. അവൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി യുദ്ധമായിരുന്നു. ഗായത്രി ചിരിച്ചുകൊണ്ട് ജോലിയിൽ മുഴുകി. എങ്കിലും മനസ്സിൽ അർജുൻ തന്നെ ചതിച്ചു എന്നത് ഒരു നീറ്റലായി മാറുന്നു.